സണ്ണിച്ച, നമ്മുടെ പുല്ലാങ്കുന്നിലെ പോളത്തിന് ആത്മഹത്യ ചെയ്തു. എന്റെ പോളച്ചന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീഴിക്കില്ലെന്ന് പറഞ്ഞിട്ടിപ്പോ എന്റെ കുഞ്ഞിന്റെ വെട്ടിക്കേറിയ ശരീരം കാണാൻ എനിക്ക് വയ്യ കുഞ്ഞുഞ്ഞെ. ഡോക്ടർ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്ലീസ്. വരൂ ഡോക്ടർ. സാന്ദ്ര, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം സാന്ദ്ര ട്രാവൽ ഏജൻസിയെ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ? അത് കൺഫേംഡ് ആയി. അവരിപ്പോ വിളിച്ചിരുന്നു. ആ, നല്ലത്. ഓടി ഒളിക്കാൻ സേഫായ ഇടങ്ങളുള്ളവരൊക്കെ പൊയ്ക്കോളൂ. ഞാൻ ഇവിടെ പോയി വിളിക്കാൻ. എന്തിനായിരുന്നു ഇതൊക്കെ? ആർക്ക് വേണ്ടി? സാന്ദ്ര, നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കേ. അറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വരെ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പാവം നാൻസി, കഴുത്തിൽ മിന്നു കെട്ടിയവൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന അതൊരു പെണ്ണിനെ മനസ്സിലാവും? ഇല്ല, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ എല്ലാവരെയും ചതിക്കുകയായിരുന്നു. എന്റെ അമ്മച്ചിയെ, കൂടപ്പറപ്പുകളെ, നാൻസിയെ, എല്ലാവരെയും. അറിഞ്ഞോ അറിയാതെയും തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പോളച്ചന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴില്ല എന്ന് ഞാൻ നാൻസിക്ക് വാക്കുകൊടുത്തു. അവൻ ആത്മഹത്യയും എന്ന് കരുതാതിരുന്നത് എന്റെ തെറ്റ്. നിന്റെ അനിയത്തെ മുഹമ്മദ് അലിന്ന് രക്ഷിച്ച് മാറ്റി താമസിപ്പിച്ചു. എന്റെ തെറ്റ്. അവളെ അവന്റെ മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ അവൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരില്ലായിരുന്നു. എന്റെ അമ്മച്ചിയും മങ്ങന്മാരൊന്നും അറിയില്ലായിരുന്നു. എന്റെ തെറ്റ്. സണ്ണിച്ചനെ ഞാൻ കുറ്റപ്പെടുത്തില്ല, വേദന കൊണ്ട് പറഞ്ഞു പോയത്. ഒന്നിലും വേദനിക്കാത്ത കരിങ്കല്ല് കൊണ്ടുള്ള മനുഷ്യനാണല്ലോ ഞാൻ. എനിക്കറിയാം, സണ്ണിച്ചനെ ഞാൻ മനസ്സിലാക്കിയ പോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതെ, അതുകൊണ്ടാണല്ലോ ഈ നേരത്ത് പോകാൻ ഒരുങ്ങുന്നത്. പോകണം സണ്ണിച്ച, പോയേ തീരൂ. പക്ഷേ എനിക്കൊരിക്കലും സണ്ണിച്ചനെ മറക്കാൻ കഴിയില്ല. വഴി പിഴച്ചവളെങ്കിലും ഞാനും ഒരു പെണ്ണാണെന്ന് ആദ്യമായി തോന്നി തുടങ്ങിയത് സണ്ണിച്ചനിൽ നിന്ന്. ഒരിക്കലും മറക്കാതിരിക്കാൻ സണ്ണിച്ച എനിക്ക് ഒത്തിരി ഓർമ്മകൾ തന്നിട്ടുണ്ടല്ലോ. മിന്നുകെട്ട്, ഒന്നാം വിരുന്ന്, പിന്നെ എനിക്ക് മാത്രമായ ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ ഞാൻ വളർത്തും. അവൻ വളർന്ന് വലുതാവുമ്പോ അമ്മ അഭിനയിച്ച നാടകത്തിന്റെ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കും. ഒരു വിശുദ്ധ പുണ്യാളച്ചന്റെ സ്ഥാനമായിരിക്കും അവന്റെ മനസ്സിൽ സണ്ണിച്ചിനുള്ളത്. അമ്മച്ചിയോടും മോളിക്കുട്ടി സിസ്റ്ററോടും ഒക്കെ യാത്ര പറയാൻ നിൽക്കുന്നില്ല. പോയി എന്ന് പറഞ്ഞാ മതി. വേണ്ടോ, ഞങ്ങൾ സമ്മതിക്കില്ല. ആത്മഹത്യ ചെയ്തവർക്ക് തിരുക്കർമ്മങ്ങൾ കൊടുക്കാനും അവരെ സിമത്തേരിൽ അടക്കം ചെയ്യാനും നമ്മുടെ സഭാ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവർ അടക്കാൻ തെമ്മാടി പറമ്പുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? മുമ്പ് ഹൃദയസ്തംഭനം വന്ന് എന്റെ മടി കിടന്ന് മരിച്ച പാലോമുറ്റത്തെ ഇട്ടിച്ചന്റെ ശവം ഈ പള്ളിപ്പറമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിലപേശിയത് ഞങ്ങൾ ആരും മറന്നിട്ടില്ല. അച്ചോ, ഈ ശവം ഇവിടെ അടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വേണ്ട പൈലി, വേണ്ട. അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടെ. അവൻ തൂങ്ങി മരിച്ചതല്ല, അവനെ കർത്താവ് വിളിച്ച. വേണ്ട, അതിന് നിന്റെ ശുപാർശ എനിക്ക് വേണ്ട. എന്റെ മോനെ തമ്മാടിപ്പറമ്പിൽ അടക്കിന് വന്നാലും ഞാൻ അടക്കും. പക്ഷെ നിന്റെ അവതാരം കൊണ്ട് അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടടാ. ഇത്രയൊക്കെ ആയിട്ടും താൻ പഠിച്ചില്ല അല്ലേ? പറയടാ, എന്തിനാ പോളച്ച ആത്മഹത്യ ചെയ്ത്? നീ കാരണം എന്റെ അനിയൻ കെട്ടി തൂങ്ങി ചത്തത്.
അവന്റെ ഭാര്യയെ നീ വെച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സ് വന്നാ അവൻ ചത്തത്. നിന്നെ ഞങ്ങൾ വെറുതെ വിടുക. അടുത്തുവരെ കൊന്നാണല്ലോ. പറയാൻ ഈ ഇടവകക്കാര് മുഴുവൻ കേക്കപ്പറ. എന്തിനാ പൊളച്ചൻ ചത്ത്? എന്തിനാ പൊളച്ചൻ ചത്ത്? ഇത് ഞാൻ നാൻസിയെ കടന്നു പിടിക്കുന്ന കണ്ട് പെണ്ണും കൊണ്ട് പൊളിച്ച് തൂങ്ങിച്ചത്തത്. പൊളിച്ചിന് അവസാനം എഴുതി കത്ത് ഞാനാ കീറി കളഞ്ഞത്. സത്യമാണോടാ? ഇവിടെ പറഞ്ഞ സത്യമാണോന്ന്? അമ്മയെ പെങ്ങളെ തിരിച്ചറിയാൻ മേലാത്ത തെണ്ടി പൊയ്ക്കോ. എനിക്കൊരു മകനില്ല. എന്റെ കർത്താവായ ദൈവം തമ്പുരാനെ, മാറാരോഗം തന്നോ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയോ എന്നെ കൂടി അങ്ങ് വിളിക്കാൻ മേലെ. അന്ത്യവിധിക്കുമ്പോ എന്നെ കൂടെ വിളിക്കണേ പിതാവേ. അച്ചായനെ തോപ്പിച്ച് കളഞ്ഞല്ലോടാ മോനെ. അച്ചോ, സണ്ണിച്ച, നിന്റെ അപ്പച്ചനോട് ചെയ്തതിനല്ല കർത്താവ് എന്നെ ശിക്ഷിച്ചു. ഈ പാപ്പച്ചായനോട് മക്കള് പൊറുക്കണം. നിക്ക്. പോവാണോ? എന്റെ മോ സണ്ണിച്ചൻ നിന്റെ കഴുത്തിൽ മിന്നു കെട്ടിയ നേരമാ ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത്. അവനും നീയും ഒക്കെ പറഞ്ഞത് ഈ പാവം ഞാൻ വിശ്വസിച്ചു. അമ്മച്ചി, ഞാൻ ഇതിനൊന്നും അർഹതപ്പെട്ടവളല്ല. ഞാൻ ആരെന്ത് പറഞ്ഞാലും എന്റെ മോന്റെ മിന്ന് നിന്റെ കഴുത്തിൽ വീണത് മുതൽ നീ നല്ലവളാ. അതെനിക്കറിയാം. ഞാൻ മരിക്കണവരെ എന്റെ മോൾ എന്റെ കൂടെ വേണം. ഞാൻ എങ്ങും വിടില്ല അമ്മച്ചി. എന്റെ പണവും പിടുങ്ങി എന്നെ ജയിലിലാക്കിയിട്ട് നീ ഇവിടെ വന്ന് സൂയിക്കാണല്ലേ? എന്റെ മോളെ ഒന്നും ചെയ്യരുത്. അവള് ഗർഭിണിയാണ്. മുഹമ്മദ് അലി, നിനക്ക് എന്താ വേണ്ടത്? ഒരു വഴക്കിനോ ബഹളത്തിനോ ഒന്നും എനിക്കിപ്പോ വയ്യ. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. നിനക്ക് എന്താ വേണ്ടത് പറ. ഇവളിപ്പോ ഒന്നിനും കൊള്ളില്ല. എന്നാലും ഇവളെ ഞാൻ കൊണ്ടുപോകാം നിന്നെ സിംഗപ്പൂർ വരുത്താൻ. ഞാൻ ഇനി അങ്ങോട്ടില്ല. നിനക്ക് പണമല്ലേ വേണ്ടത്? എത്ര വേണമെങ്കിലും ഞാൻ തരാം. എന്റെ കമ്പനിയുടെ ഷെയറുകളോ ഞാൻ കമ്മിറ്റ് ചെയ്ത കോൺട്രാക്റ്റുകളോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം. നീ പറയുന്ന പോലെ ചെയ്യാം, പ്ലീസ്. എനിക്ക് നിന്നെ 5 വർഷങ്ങളായി അറിയാവുന്നതല്ലേ? വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. ഇവള് മതി. പ്ലീസ്. ഷീസ് പ്രഗ്നന്റ്. അവൾ ഗർഭിണിയാണ്. ഐ നോ. എന്തിനാടി മടങ്ങിപ്പോവാൻ നേരം ഈ ഒരു എക്സ്ട്രാ ലഗേജ്? എന്റെ കുഞ്ഞ്,
ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. ഞങ്ങളെ വിട്ടേക്ക് പ്ലീസ്. ഇവൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ എനിക്ക് പറഞ്ഞ കേക്കില്ലേ? വേണ്ട, ഞാൻ പോയിക്കോളാം. ഇല്ല, നിന്നെ ആർക്കാ ഞാൻ വിട്ടുകൊടുക്ക. സണ്ണി, മുഹമ്മദ് അലി, ഞാൻ പറയുന്നേക്ക് പ്ലീസ്. എനിക്ക് സണ്ണിച്ചനെ വേണം. നമ്മുടെ കുഞ്ഞിന് സണ്ണിച്ചനെ വേണം. അമ്മച്ചിക്കും ഇവിടെ എല്ലാവർക്കും സണ്ണിച്ചനെ വേണം. അരുത് സണ്ണിച്ച, അരുത് പ്ലീസ്. മുഹമ്മദ് അലി, ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. നീ പോ. നീ ഞങ്ങളെ വിട്ടേക്ക്. ഇനി നീ ഇവിടെ നിന്നാൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. നീ പോ. എനിക്ക് ജീവിക്കണം. നിനക്കും ജീവിക്കണ്ടേ? സോറി, ഞാൻ അന്നും ഇന്നും നിന്നെ ഒരു ബ്രദറിനെ പോലെ വിചാരിച്ചിട്ടുള്ളൂ. പ്ലീസ് നീ പോ. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ.